സാർ, ഞാൻ പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓ, സൗകര്യം പോലെ മതി. വക്കച്ച വരാൻ പറയാൻ. എന്തോ? അവരോട് വരാൻ പറയാൻ. ആ, Good morning, sir. good morning. Your name? ഷീല. Your degree certificates? ഡയറക്ടറി ഇവിടെ ഡയറക്ടറി ഒന്നും വേണ്ട വക്കച്ച. താൻ പുറത്തു പോ. Sit down. ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് അറിയാം? കുറച്ചൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് സർ. കുറച്ചായിട്ടൊന്നും അറിയരുത്. ഒന്നുകിൽ പൂർണ്ണമായിട്ടെല്ലാം അറിയുക, അല്ലെങ്കിൽ അറിയാതിരിക്കുക. You are appointed. താങ്ക് യു സർ. ഇവിടെ താമസം? വർക്ക് വുമൻസ് ഹോസ്റ്റലിൽ കൂടാമെന്നാണ് കരുതുന്നത്. അവിടെ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ഇവിടുത്തെ വർക്കെല്ലാം കഴിയും വേഗം മനസ്സിലാക്കിയെടുക്കുക. ബെല്ലടിക്കുന്നതോ? എന്താ എടോ ബെല്ലടിക്കുന്നെന്ന്? വക്കച്ച, ഇവർക്ക് സീറ്റ് കാണിച്ചു കൊടുക്കുക. പോസ്റ്റ് ഇതുവരെ വന്നില്ല സാർ. എടോ, ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ബാബോളെ, ഇതാണ് മോളുള്ള സീറ്റ്. ദൈവം തമ്പുരാനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നാട്ടെ. മാഡം മുതലാളിയുടെ പുതിയ പി എ ആണല്ലേ? ഏയ്, പായ്പാട്ടുകാരിയല്ല, എന്റെ നാട്ടുകാരിയാ. ഞാൻ കൊണ്ടുവന്നതാ. എടോ, ചെവി കേൾക്കാൻ വയ്യെങ്കിൽ വല്ല ഇയർഫോൺ വാങ്ങിച്ചു നോക്ക്. ടെലിഫോൺ വാങ്ങി വീട്ടിൽ വെക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അല്ലേ മോളെ? തന്നോടൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളെ വേണം തല്ലാൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ നളിനാക്ഷൻ, ഇവിടുത്തെ ക്ലർക്ക്. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 15 years എക്സ്പീരിയൻസ് ഉണ്ട്. എടോ, താൻ എല്ലാ പെണ്ണുങ്ങളോടും കാണിക്കുന്ന ശൃംഗാരം ഉണ്ടല്ലോ, അത് ഈ പെൺകൊച്ചിനോട് വേണ്ട. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്ത് പീരിയൻസ് ആയാലും ഈ മുറത്തിൽ കയറി കൊത്തന്നാ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട. മോളെ, ഇവനൊക്കെ അത് പറഞ്ഞു തരാം, ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വരും. എന്തിനാണെന്ന് അറിയാമോ? പഞ്ചാര അടിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ദേ, 2ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ പാർട്ടിയാ സംശയം തീർത്തു തരാൻ പോകുന്നു. ചുമ്മാ വല്ല ചെവി കേൾക്കാത്തത്.